19-ാം നൂറ്റാണ്ടിന്റെ അവസാനത്തിൽ ആഫ്രിക്കൻ മണ്ണിൽ ബ്രിട്ടീഷ് സാമ്രാജ്യത്വത്തെ വിറപ്പിച്ച ഒരു പേരുണ്ട്, യാ അശാന്തേവ. വെറുമൊരു രാജ്ഞിയായിരുന്നില്ല അവർ. അശാന്തി സാമ്രാജ്യത്തിന്റെ അഭിമാനവും അധിനിവേശത്തിനെതിരെ ആയുധമെടുത്ത വിപ്ലവത്തിന്റെ കനലുമായിരുന്നു അവർ. 1840-കളിൽ ഇന്നത്തെ ഘാനയിലെ എഡ്വിസോയിലാണ് യാ അശാന്തേവ ജനിച്ചത്. കൃഷിയിലും കുടുംബത്തിലും ഒതുങ്ങിക്കഴിഞ്ഞിരുന്ന ഒരു സാധാരണ ജീവിതമായിരുന്നു തുടക്കത്തിൽ. എന്നാൽ ചരിത്രം അവർക്കായി മാറ്റിവെച്ചത് മറ്റൊരു നിയോഗമായിരുന്നു. അക്കാലത്ത് ഗോൾഡ് കോസ്റ്റിൽ ബ്രിട്ടീഷ് അധികാരം പിടിമുറുക്കുകയായിരുന്നു. അശാന്തി വംശജരുടെ ആത്മവീര്യത്തിന്റെ അടയാളമായ സുവർണ സിംഹാസനം അഥവാ ഗോൾഡൻ സ്റ്റൂൾ തട്ടിയെടുക്കാൻ ബ്രിട്ടീഷ് ഗവർണർ ഫ്രെഡറിക് ഹോഡ്സൺ ശ്രമിച്ചതോടെയാണ് കഥ മാറുന്നത്. അവർക്ക് സുവർണ സിംഹാസനം വെറുമൊരു കസേരയായിരുന്നില്ല, മരിച്ചുപോയ തങ്ങളുടെ പൂർവികരുടെ ആത്മാവായിരുന്നു അത്. ബ്രിട്ടീഷുകാർ അശാന്തി രാജാവിനെ നാടുകടത്തി. വംശത്തിലെ പുരുഷന്മാർ എന്തു ചെയ്യണമെന്നറിയാതെ ഭയന്നു നിന്നു. അന്ന് അശാന്തി കൗൺസിലിൽ ആ പടുവൃദ്ധരായ പുരുഷന്മാർക്ക് മുന്നിൽ യാ അശാന്തേവ എഴുന്നേറ്റു നിന്നു. അവർ ചോദിച്ചു, നിങ്ങളിലെ ധീരത എവിടെ പോയി? വെള്ളക്കാരന്റെ തോക്കിന് മുന്നിൽ നിങ്ങൾ മുട്ടുമടക്കുകയാണോ? എങ്കിൽ കേട്ടുകൊള്ളൂ, നിങ്ങൾ ആരും പോകുന്നില്ലെങ്കിൽ എന്റെ സഹോദരിമാരെ കൂട്ടി ഞാൻ യുദ്ധത്തിനിറങ്ങും. തോക്കുകൾക്ക് മുന്നിൽ മരിച്ചു വീഴാൻ ഞങ്ങൾ തയ്യാറാണ്. ഈ വാക്കുകൾ ഒരു കാട്ടുതീ പോലെ പടർന്നു. 1900-ൽ യുദ്ധത്തിന്റെ രാജ്ഞി എന്നറിയപ്പെട്ട യാ അശാന്തേവ 5000 പേരടങ്ങുന്ന ഒരു സൈന്യത്തെ നയിച്ചു. ആഫ്രിക്കൻ ചരിത്രത്തിലെ സുവർണ സിംഹാസനത്തിന് വേണ്ടിയുള്ള യുദ്ധം, വാർ ഓഫ് ദ ഗോൾഡൻ സ്റ്റൂൾ ആരംഭിച്ചു. മാസങ്ങളോളം ബ്രിട്ടീഷ് കോട്ടകൾ അവർ ഉപരോധിച്ചു. ആധുനിക ആയുധങ്ങളുള്ള ബ്രിട്ടീഷ് സൈന്യത്തെ വനത്തിനുള്ളിലെ ഗറില്ല യുദ്ധമുറകൾ കൊണ്ട് അവർ വിറപ്പിച്ചു. ഒരു സ്ത്രീ ഒരു വൻ സൈന്യത്തെ നയിക്കുന്നത് കണ്ട് സാമ്രാജ്യത്വ ശക്തികൾ അമ്പരന്നു പോയി. ഒടുവിൽ വലിയൊരു സൈന്യത്തെ ഇറക്കി ബ്രിട്ടീഷുകാർ ആ വിപ്ലവത്തെ അടിച്ചമർത്തി. യാ അശാന്തേവ പിടിക്കപ്പെട്ടു. സീഷൽസ് ദ്വീപുകളിലേക്ക് അവർ നാടുകടത്തപ്പെട്ടു. 1921-ൽ അവിടെ വെച്ച് അവർ അന്തരിച്ചു. പക്ഷേ അവർ തോറ്റുപോയി എന്ന് പറയാൻ കഴിയില്ല. കാരണം അവർ കാത്തു സൂക്ഷിച്ച ആ സുവർണ സിംഹാസനം തൊടാൻ ഇന്നും ഒരു വിദേശ ശക്തിക്കും കഴിഞ്ഞിട്ടില്ല. അധിനിവേശ വിരുദ്ധ പോരാട്ടത്തിന്റെ ആഗോള പ്രതീകമായി യാ അശാന്തേവ ഇന്നും അറിയപ്പെടുന്നു. സ്വന്തം ജനതയുടെ അന്തസ്സിനു വേണ്ടി അവസാന ശ്വാസം വരെ പോരാടിയ ആ ധീരവനിത ഇന്നും ഓരോ ഘാനക്കാരന്റെയും സിരകളിൽ ഒരു ആവേശമാണ്. നമ്മൾ ഇന്ന് അനുഭവിക്കുന്ന സ്വാതന്ത്ര്യം ഇത്തരം പോരാട്ടങ്ങളുടെ ഫലമാണ്. ചരിത്രം മറന്നുപോയ ആ സിംഹറാണിയുടെ കഥ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. യാ അശാന്തേവ, അടങ്ങാത്ത വിപ്ലവത്തിന്റെ പേര്.